പുന്നീർകുളത്ത് മത്സ്യകൃഷി പദ്ധതിക്കായി എത്തിച്ച മത്സ്യക്കുഞ്ഞുങ്ങൾക്ക് വലുപ്പം കുറവാണെന്ന് കർഷകർ. ഔദ്യോഗിക ഉദ്ഘാടനത്തിന് ശേഷം മീൻകുഞ്ഞുങ്ങളെ പടവിൽ നിക്ഷേപിക്കാനുള്ള ഉദ്യോഗസ്ഥരുടെ ശ്രമം പടവ് കമ്മിറ്റിക്കാർ തടഞ്ഞു. സംസ്ഥാന ഫിഷറീസ് വകുപ്പിന്റെ ഒരു നെല്ലും ഒരു മീനും പദ്ധതി പ്രകാരം പുന്നീർകുളം ഗ്രാമപഞ്ചായത്തിലെ മത്സ്യവിത്ത് വിതരണം മാഞ്ചിറ പാടത്താണ് നടന്നത്. NK അക്ബർ MLA ഉദ്ഘാടനം നിർവഹിച്ചു. ഉദ്ഘാടനം നിർവഹിച്ച് MLA പോയതിനുശേഷം മത്സ്യക്കുഞ്ഞുങ്ങളെ പാടത്ത് നിക്ഷേപിക്കുമ്പോൾ കരാർ പ്രകാരമുള്ള വലിപ്പമുള്ള കുഞ്ഞുങ്ങളെയല്ലെന്ന് കണ്ടപ്പോഴാണ് പരൂർ പടവ് കോൾ സമിതി അംഗങ്ങൾ തടഞ്ഞത്. വിരൽ വലിപ്പമുള്ള മത്സ്യക്കുഞ്ഞുങ്ങളെയാണ് വിതരണം ചെയ്യാൻ കരാർ നൽകിയിരുന്നത്. എന്നാൽ വളരെ വലിപ്പം കുറഞ്ഞ മത്സ്യക്കുഞ്ഞുങ്ങളെയാണ് പടവിൽ നിക്ഷേപിക്കാൻ കൊണ്ടുവന്നതെന്ന് പടവ് കമ്മിറ്റി അംഗങ്ങൾ ആരോപിച്ചു. എറണാകുളം ഭൂതത്താൻകെട്ട് ഹാച്ചറിയിൽ നിന്നുള്ള കട്ല, രോഹു ഇനങ്ങളിലെ 7 ലക്ഷം മീൻകുഞ്ഞുങ്ങളെയാണ് 2 ഘട്ടങ്ങളിലായി പടവിൽ ഇറക്കാനിരുന്നത്. വാൽമാക്രികളുടെ വലിപ്പം മാത്രമുള്ള മീൻകുഞ്ഞുങ്ങളെയാണ് ഹാച്ചറിയിൽ നിന്നും കൊണ്ടുവന്നതെന്നും ഇവയെ പാടത്ത് നിക്ഷേപിച്ചാൽ വലിയ മത്സ്യങ്ങൾക്ക് തീറ്റയാവുകയാണ് ഉണ്ടാവുകയെന്നും പടവ് കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു. ടെൻഡർ ചെയ്യുമ്പോൾ വീടിന്റെ വലിപ്പം പറയും. ഇത് തീരെ വലിപ്പമില്ല, ഒരു തവളപ്പുട്ടിന്റെ വലിപ്പം പോലുമില്ല. ഇത് മീനുകൾക്ക് മറ്റു മീനുകൾക്കുള്ള തീറ്റയാണ്. അപ്പോൾ അത് കാരണം ഞങ്ങൾ പടവിൽ കൂടി ഇറക്കണ്ടെന്നുള്ള തീരുമാനത്തിലാണ് ഇത് മടക്കി അയക്കുകയാണ്. ഈ പടവിൽ ഇറക്കി വെച്ചാൽ നല്ല വലിപ്പമുള്ള മീൻ കഴിഞ്ഞ പ്രാവശ്യം കൊടുത്ത മീൻ ധൈര്യത്തിൽ ഇറക്കാം, അല്ലെങ്കിൽ ഇറക്കണ്ടെന്നുള്ളതാണ് കമ്മിറ്റിയുടെ തീരുമാനം. മുൻവർഷത്തേതുപോലെ വലിപ്പമുള്ള മത്സ്യക്കുഞ്ഞുങ്ങളെ എത്തിച്ചാലേ പദ്ധതി നടപ്പിലാക്കാനാകൂ എന്നും ഇവർ കൂട്ടിച്ചേർത്തു. ഉദ്ഘാടന ചടങ്ങിൽ പുന്നീർകുളം പഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷഹീർ അധ്യക്ഷയായി. വാർഡ് മെമ്പർ ഹാജിറ, പടവ് കമ്മിറ്റി പ്രസിഡന്റ് അബൂബക്കർ കുന്നങ്കാട്ടിൽ, സെക്രട്ടറി ജബ്ബാർ, പുന്നീർകുളം കർഷക കോൺഗ്രസ് പ്രസിഡന്റ് വിനോദ്, CPIM ലോക്കൽ സെക്രട്ടറി താജുദ്ദീൻ തുടങ്ങിയവർ പങ്കെടുത്തു.